അഭിമാനത്തോടുകൂടെ അന്തസ്സോടുകൂടെ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദുൽ ഉലമയെ ഖാദിയായി കിട്ടണമെന്ന് ബഹുമാനപ്പെട്ടവർ പലപ്പോഴും ഉസ്താദ് അവർക്ക് ഇതൊരു പ്രയാസമാണ്, നമുക്കറിയാം, ഉസ്താദിനും പ്രയാസമാണ്. പക്ഷേ ആളുകളുടെ ആവശ്യം, ഞാൻ ഇവിടുത്തെ ജമാഅത്ത് സെക്രട്ടറിയും ജമാഅത്ത് ഭാരവാഹികളും അതുപോലെ തന്നെ ഈ ജില്ലയിലെ പല ജമാഅത്തുകാരും കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് മിത്തബയിൽ വെച്ച് ബീസ് റോഡ് മിത്തബയിൽ ഖാദി ഹൗസിൽ നിന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ ഇങ്ങനെ വരികയാണ് ഓരോരുത്തർ. ഞങ്ങളുടെ നാട്ടിലെ ഖാദിയാവണം, ഖലാ ഏറ്റെടുക്കണം. ഉസ്താദ് കണ്ടീഷൻ പറയാണ്, ഞാൻ ആലോചിക്കട്ടെ, ഞാൻ ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, എന്നിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പിന്നെ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോ 1-2 ജമാഅത്തുകാര് പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. എന്നോടും പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച എന്താണെങ്കിലും അടുത്ത വെള്ളിയാഴ്ച തങ്ങൾ അവിടെ ഖാദിയാകണമെന്ന് പറഞ്ഞ് 2 ജമാഅത്തുകാർ വന്നപ്പോ തങ്ങൾ പറഞ്ഞു, അങ്ങനെ തിരക്കാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കി എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പറഞ്ഞത് ഇന്നിങ്ങനെ ഓടി നടക്കുകയാണ് ആളുകൾ ഖാദിയാകാൻ. ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ, പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പല ജമാഅത്തുകളും കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. പക്ഷേ ഇതൊരു ആവശ്യമാണെന്ന് മനസ്സിലായതുകൊണ്ട്, നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് മറ്റുള്ള ഒരാളും ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ഖാദിനാവണം. ദീന് പറയണമെന്നൊന്നുമില്ല. നമ്മൾ വരാൻ പറയുമ്പോ വരണം, പോകാൻ പറയുമ്പോ പോകണം, ഇരിക്കാൻ പറയുമ്പോ ഇരിക്കണം. അങ്ങനെയുള്ള ഖാദിമാരാണ് ആളുകൾ തേടി നടക്കുന്നത്. അപ്പോ കാരണം സൗകര്യമാണ്, നമ്മളെല്ലാ ഉടായിപ്പോ നടക്കുമല്ലോ. പക്ഷേ എല്ലാത്തിലും കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന തെറ്റുകൾ, നമ്മുടെ നേതാക്കന്മാർ തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ തിരുത്തുക? അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തുന്ന, നമ്മുടെ ആദർശം നന്നാക്കുന്ന, നമ്മളെ കൃത്യമായ ഒരു അഖീദയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്ന മഹത്തായ നേതൃത്വം അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ജമാഅത്തുകൾ ഖലാ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് സയ്യിദുൽ ഉലമയുടെ മാത്രം പ്രത്യേകതയല്ല, നമ്മുടെ കഴിഞ്ഞു പോയ ഖാദിമാരും നേതാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഖലാ ഏറ്റെടുക്കുന്ന സ്ഥലത്ത്, സൈനുൽ ഉലമ ഖാദിയാകുന്ന ഒരു സ്ഥലത്ത് ആ വേദിയിൽ ഞാൻ പങ്കെടുത്തപ്പോ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറയുന്നുണ്ട്, എന്നെ ഖാദിയാകാൻ വേണ്ടി ഈ നാട്ടുകാര് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് പറ്റിയ ഖാദി ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ നാട്ടുകാർ ഞങ്ങളോട് പറയാണ്, ഞങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടുക്കലേക്ക് പോയപ്പോ ഹൈദർ അലി ശിഹാബ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലേക്ക് പറ്റിയ ഖാദി ചെറുശ്ശേരി ഉസ്താദാണ്, അതുകൊണ്ട് ചമ്മാട് പോയിട്ട് ചെറുശ്ശേരി ഉസ്താദാണ്. അപ്പൊ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. അത്ര പേടിയോടുകൂടെ, അത്ര സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് ഖാദി എപ്പോ വരണം, എപ്പോ പോകണം, എന്ത് പറയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഫിത്നയുടെ കാലമാണ്, ഫസാദിന്റെ കാലമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഇടപെട്ടുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക. വാട്സപ്പ് ഗ്രൂപ്പല്ല തീരുമാനിക്കേണ്ടത് ഖാദിയാകണമെന്ന്. അതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആലിമീങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമുദായത്തിന് ഇനിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിത്രമായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ ദാറുസ്സലാമിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കണ്ട, ഫസാദിനെ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വർഗ്ഗമില്ലെന്ന് ഖുർആൻ പറയാണ്. എത്ര ഗൗരവമുണ്ട് ആ വാക്ക്. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കണ്ട, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. നിങ്ങൾ നാട്ടിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, അതിന്റെ പേരിൽ കുറച്ച് ഖാദിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് കൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പണിയെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഫസാദ് ഉദ്ദേശിക്കുന്നത് പോലും സ്വർഗത്തിന് തടസ്സമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എന്നോട് ഞാൻ ഉണർത്തേണ്ടതാണ്, നിങ്ങളോട് നിങ്ങൾ ഉണർത്തേണ്ടതാണ്. ആരുണ്ടാകൂല ഈ വാഗ്ദാനങ്ങളും പറഞ്ഞവരൊക്കെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫിത്നകൾ ഇന്നത്തേതിനേക്കാളും ഫിത്ന നാളുണ്ടാകും. നിങ്ങൾ വിചാരിക്കേണ്ടതൊക്കെ ക്ലിയർ ആയിട്ട് നന്നാവാന്ന് വിചാരിക്കണ്ട. ഇതിനേക്കാളും അപകടം പിടിച്ച കാലത്തേക്കാണ്. ഫസാദുകളും ബിദ്അത്തുകളും അധികരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു, കളമ്പാടി ഉസ്താദ് പറഞ്ഞു,
ഇനിയും ഫിത്നകളും മുസീബത്തുകളും അധികരിക്കും. അതുകൊണ്ട് ഈ ആലിമീങ്ങളുടെ ഓരം ചേർന്നുകൊണ്ട് ഈമാൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് നമ്മുടെ മുൻഗാമികൾ സൈനുൽ ഉലമ പറഞ്ഞു, ശംസുൽ ഉലമ പറഞ്ഞു. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അതിനുവേണ്ടിയാണ്, ദീനിന് നേതൃത്വം നൽകിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ MLA ഉണ്ടാക്കാനോ MP ആക്കാനോ രാഷ്ട്രീയത്തിൽ കുറച്ച് ശക്തി ഉണ്ടാക്കാനോ ഒന്നുമല്ല. അതൊക്കെ അതിനൊക്കെയുള്ള ആളുകൾ ചെയ്തോളും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഉലമാക്കൾ, അതുപോലെ തന്നെ ദീനീ പ്രവർത്തകന്മാരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ വാക്കുകൊണ്ട് ഭിന്നിക്കരുത്. നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ സമൂഹത്തിൽ പ്രശ്നമില്ലാതെ എന്നാൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സ്നേഹത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഐക്യത്തോടുകൂടെ ആ നേതൃത്വത്തിന്റെ കീഴിൽ, അത് വലിയൊരു കാര്യമാണ്. നേതൃത്വത്തിന് അലൈക്കും ബിസ്സംഇ വത്ത്വഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, മൻ യഈശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലപ്പോഴും സ്വഹാബത്തൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആ പാതയിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ പാതയിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫൗസിനി യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങൾക്കൊരു വസിയത്ത് നൽകാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നേതൃത്വത്തിനെ അനുസരിക്കണം. നിങ്ങളെ ആരാണെങ്കിലും നിങ്ങളുടെ നേതൃത്വത്തിന് അനുസരിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് അല്ലാഹു നൽകിയ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്തൊരു നേതൃത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ലോകം ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമാണ്, ലോകം കൊതിക്കുന്ന ഒരു നേതൃത്വമാണ്. അതുകൊണ്ട് ആ മഹാന്മാരായ ആലിമീങ്ങൾ അല്ലാഹു തആല ആ ഐക്യത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ഫിത്ന ഫസാദുകളിൽ നിന്നും മഹാന്മാരായ നമ്മുടെ മശായിഖന്മാരുടെ, നമ്മുടെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ ചൊല്ലി ബൈത്ത് തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ്